നല്ല നിർഗുളപങ്കിലമായ കാലാവസ്ഥ അല്ലേ? മുझे മലയാളി ബംഗാളി നഹി, മലയാളം മാത്രമേ അറിയുള്ളൂ. ഇയാളെ ഞാനിപ്പോ കണ്ടു, നല്ല പരിചയം ഉണ്ടല്ലോ. സാറിൻ്റെ ആണോ ഈ പാടങ്ങളൊക്കെ? കണ്ടാൽ ഒരു ജന്മി ലുക്ക് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഏയ് ഇതെന്റെ ഒന്നല്ല. ഏതോ ഇല്ലത്തൊരു തമ്പുരാനാന്ന് തോന്നുന്നു അല്ലേ? മുഖത്താ ചൈതന്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇപ്പൊ പോയാ രാവിലെ മുഖം കഴുകാനായി. എന്ത്? അല്ല, എന്തോ മുഖത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ശരിയായോ? ഇവൻ ഞാൻ വിചാരിച്ചതിനേക്കാളും പൊട്ടനാണല്ലോ. നിങ്ങളതിനു മുന്നേ ഞാൻ എവിടെ കണ്ടുണ്ട്. കാണാൻ വഴിയില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ വടക്കുന്നാ. ഇവിടെ വന്ന് പെട്ടതാ. ഞാനിവിടെ വന്ന് പെട്ടതാ. ഇതൊരു വല്ലാത്ത നാടാണല്ലേ. പേഴ്സും ഫോണും ഒക്കെ അടിച്ചോണ്ട് പോയി. ഒരു 500 വേണ്ട കൊടുക്കാൻ? വേണ്ട, 100 മതി. നോക്കട്ടെ, ഞാൻ നാട്ടിൽ ചെന്ന് ഗൂഗിൾ പേ ചെയ്യാം. നമ്പർ തന്നാൽ മതി. ദേ നിങ്ങളുടെ മീശ സൈഡ് ഇളകിണ്ട്. ഞാൻ ഓടിച്ചോളാം. ഇപ്പോഴത്തെ മീശക്കേ തീരെ പശയില്ലാന്നേ. എടാ കൊള്ള, നീയോ നിന്നെ തപ്പി നടക്കാൻ തുടങ്ങി 2 വർഷമായി. എന്നെയോ? എന്തിന്? നന്നായി നീ എന്നെ നോക്കി നോക്ക്, അപ്പൊ നിനക്ക് ഓർമ്മ കിട്ടും. വിട്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നോക്കൂ മിസ്റ്റർ ഗോപി, 1 വർഷം മുമ്പ് ഞാൻ താങ്കളെക്കാൾ ദരിദ്രനായിരുന്നു. ഇപ്പം എനിക്ക് എല്ലാം, വലിയ വീട്, വലിയ കാറ്, സ്വിമ്മിംഗ് പൂൾ, എല്ലാ സൗകര്യങ്ങളും. നോക്കൂ, കോട്ട്. ഒരു 6 മാസം കൊണ്ട് നിങ്ങളെയും ഞാൻ കോടീശ്വരനാക്കും. അതെങ്ങനെ? മിസ്റ്റർ ഗോപി, താങ്കൾ 49,999 രൂപ മുടക്കണം. കൂടാതെ 5 പേരെ നിങ്ങൾ നിങ്ങളുടെ താഴെ ചേർക്കണം. കൂടെ ചേർക്കുന്നവർ കോടീശ്വരന്മാരാവുന്നതിൽ താങ്കൾക്ക് എതിർപ്പില്ലല്ലോ അല്ലേ? വെൽക്കം ടു കോടീശ്വരൻസ് ക്ലബ്. അന്ന് എന്റെയും മറ്റു 5 ആളുടെ കൂടി 3 ലക്ഷം കൊണ്ട് കടന്നു കളഞ്ഞവനല്ലടാ നീ. ഇപ്പൊ ചെറുതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ചേട്ടൻ വയനാട്ടിലായിരുന്നില്ലേ? ആടാ, എന്നെ നാട്ടിലും വീട്ടിലും കയറാൻ പറ്റാത്തവനാക്കിയില്ലേ. ചേട്ടനെ കണ്ടപ്പോ എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. നന്നായി വെളുത്ത് സുന്ദരനായി. ഞാൻ പോട്ടെ, അപ്പൊ കാണാം. ഏയ്, നീ എവിടേക്കാ പോണേ? എന്റെ കാശ് എന്നിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ചേട്ടൻ എന്നെ പിടിച്ചെറുതിയിട്ട് ഒരു കാര്യമില്ല. പോലീസിൽ പോയിട്ട് അത്രയും കാര്യമില്ല. പോലീസിന്റെ പിന്നാലേക്ക് ഞാൻ കുറെ പോയി നോക്കിയതാ, ഒരു ഗുണം ഉണ്ടായില്ല. ചേട്ടനെ ഇരിക്കും, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ചേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. നമ്മുടെ 2 ആളുടെയും പ്രശ്നം പൈസയാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കും. ഞാൻ എന്തിനും റെഡി. ബാങ്ക് കുത്തിപ്പൊളിക്കാനോ ആരെയും തട്ടിക്കൊണ്ടുപോകാനോ അതിനും റെഡിയാ. ഒരു വഴിയുണ്ട്. ഈ നാട്ടിലൊരു കോടീശ്വരനുണ്ട്. ആളെ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ആളുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഒരു 10 ലക്ഷം രൂപ മോചനദ്രവ്യം ചെയ്യും. മോചനദ്രവ്യം കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ? കാശ് ചോദിച്ച പോരെ. പിന്നെ ഒരു പൊട്ടനായി പോയല്ലോ. എടോ, ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാത്തോണ്ടല്ല. അയാൾ നല്ലൊരു തടിമെടുക്കുള്ള മനുഷ്യനാ. അതിനാണ് തന്നെയും കൂടി കൂടെ ചേർത്തത്. എന്നാ പിന്നെ ആളുടെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോകണല്ലേ നമുക്ക് എളുപ്പം. ശരിയാണല്ലോ, തൻ്റെ തല ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യൂലേ. എന്നാ പിന്നെ ഒട്ടും വൈകണ്ട, നാളെ തന്നെ ആയിക്കോട്ടെ. അവള് വരുമ്പോ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് അവളെ ക്ലോറോഫോം മണപ്പിച്ച് കാറിന് പിന്നെ കിടത്തും. താൻ ഡ്രൈവിംഗ് സീറ്റ് മാത്രം മാനേജ് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ, വേഗം തീർക്കണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ലാബിൽ പോകാനുള്ളതാ. ലാബിലോ? എന്തു പറ്റി? മൂത്രത്തിൽ കല്ലുണ്ടോ എന്നൊരു സംശയം. ദേ അവള് വരുന്നു. ആ ക്ലോറോഫോം തുണിതാ. വണ്ടി എടുക്കണം. എടോ, ഇത് ബോധം കെടുന്നില്ലല്ലോ. ക്ലോറോഫോം എക്സ്പയറി വല്ലോണോ? അയ്യോ എടാ, കുപ്പി മാറിപ്പോയി. ഞാൻ ലാബിൽ കൊടുക്കാൻ വെച്ചിട്ട് മൂത്രായിരുന്നു അത്. ഇതാണ് കുപ്പി. എടാ, കറക്റ്റ് ക്ലോറോഫോം എടുത്തിട്ട് വാടാ.
ഇത് കറക്റ്റാണ്, അത് കറക്റ്റ്. ഇത് നോക്ക്, ഇത് നോക്കി നോക്ക്. എന്റെ മൂക്കിൽ ഹലോ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, പോലീസ്